കറുത്തു. ഞാൻ ഇന്നും കറുത്തു. ദിവസം കൂടുന്നോറും കറുത്ത് കറുത്ത് വരികയാണല്ലോ ഞാന്. ഓ ബ്ലാക്ക് മാൻ. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് കേട്ടോ. നല്ലൊരു ജോലി കിട്ടുമോ? എത്തപ്പം ഞാൻ ചെയ്യണോ? വെളുക്കാൻ വേണ്ടിട്ട് ദുനിയാവിലൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ? ഈ കറുത്തോലെ കഞ്ഞിപ്പോ എത്താ കാട്ടണോ? എത്ത് തേച്ചിട്ടാണ് വെളുക്കണില്ല. കറുത്തോലെ മാണ്ടെന്നാ പറഞ്ഞേക്കുണ്ട്. ഫോണ് തുറന്നാലും കറുപ്പിനെ വേണ്ട. പേപ്പർ എടുത്ത് വായിച്ചു നോക്കുമ്പോ അതിലുണ്ട് കറുപ്പ്. കറുത്തോലെ ഒഴിവാക്കണേന്ന്. എത്ര കറുപ്പുള്ളോലെ ആർക്കും പറ്റാത്ത. അല്ല റിയാസേ, കൊറേ നേരമായാലും കറുപ്പ് വെളുപ്പ് പറയണു. എത്താപ്പന്റെ പ്രശ്നം? അപ്പൊ അമ്മ അങ്ങനത്തെ അറിഞ്ഞില്ലേ? ഫോണ് തുറന്നാലും ടി വി തുറന്നാലും വാട്സപ്പ് തുറന്നാലൊക്കെ കറുത്തോലെ ഒഴിവാക്കണേന്ന്. കറുത്തോലെ നീ മാണ്ടാ. അതാപ്പന്റെ വേജാറ്. അങ്ങനെ കറുത്തോലെ ഒഴിവാക്കണെങ്കിലേ ആദ്യം എന്റെ പെണ്ണുങ്ങളെ ഒഴിവാക്കണം. എന്റെ ഒരു പേടിയും ബേജാറും. പൊന്നാര റിയാസായി പാത്രം മോറുന്ന കൈരില്ലേ, ആ കൈരിന്റെ ജോലി എത്താ? പല്ല് തേക്കലും പാത്രം മോറലൊക്കെ അല്ലേ? അപ്പൊ ലുക്കിലല്ല കാര്യം, വർക്കിലാണ്. നമുക്ക് വർക്ക് ഉണ്ടാ എന്നെല്ലാവർക്കും അല്ല തീർപ്പതി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളെ നിറണിച്ച് കിട്ടിയിട്ടുണ്ട്. എന്റെ ബാപ്പാനെ നിറണ്ടെങ്കിൽ ഇത്ര ഇറങ്ങേറ് ചെയ്യും. എത്ര നിയമം വന്നാലും ഒരു കുഴപ്പമില്ലേ? വെളുപ്പും കറുപ്പും നോക്കിയിട്ടൊന്ന് പള്ളി കിടക്കൂല, ചലക്കാതെ പണിക്കോ നോക്കെ. അല്ലമ്മ, ഇന്ന് നിങ്ങളെ വയറ്റിലുള്ളന്നേ നിങ്ങൾ കുങ്കുമം കുടിച്ചിട്ടില്ലേനാ? ഞാനേ കരിയോയില കുടിച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. എത്താ മക്കളെ കറുപ്പും വെളുപ്പൊക്കെ നോക്കാന്. കറുത്തോലും വെളുത്തോലൊക്കെ ഒന്നാണ്. എത്തിനാണ് ഈ ഈറിയും പകയായിട്ട് നടക്കണ്ട്? എത്തേങ്കിലും ഒരു അപകടം പറ്റിയാലേ അവിടെ കറുപ്പും വെളുപ്പും നോക്കല, ഒത്തും നോക്കൂല. നമ്മൾ മനുഷ്യത്താണ് നോക്കണ്ട്. നമ്മൾ സ്നേഹത്തോടെ പെരുമാറി കഴിഞ്ഞാൽ എവിടെ മക്കളെ കറുപ്പും വെളുപ്പൊക്കെ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മലപ്പുറം ബുഷറ എന്ന ചാനലിൽ പറയണത് കേട്ടോ. നിങ്ങൾക്ക് ഉപകാരമുള്ളതുണ്ടാവും, തമാശ ആയിട്ട് ഏത് കാര്യങ്ങളായിട്ട് അതിലുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ഷെയറും ചെയ്യ്, ലൈക്കും ചെയ്യ്.